ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ സഭ ആഘോഷിക്കുകയാണ്. ഈസ്റ്ററിന് ശേഷം 40 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. സ്വർഗാരോഹണ പെരുന്നാളാണ്. കർത്താവ് ഈശോ മിശിഹ സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയുമ്പോൾ ദൈവം തമ്പുരാൻ സ്വർഗത്തിലേക്ക് പോയി എന്നാണ് പലരും മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. ഞാൻ നമ്മളെ എന്ന് പറഞ്ഞത് മനുഷ്യവർഗത്തെ സംബന്ധിച്ച് കർത്താവ് ഈശോ മിശിഹായുടെ സ്വർഗാരോഹണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കർത്താവ് മനുഷ്യനായി ജഡധാരണം ചെയ്തു. മനുഷ്യനായി ജഡധാരണം ചെയ്ത ക്രിസ്തു, ആ മനുഷ്യനായ ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അന്നു മുതൽ സ്വർഗത്തിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നു. അതാണ് മനുഷ്യവർഗത്തിന്റെ പ്രത്യാശ, ബ്ലസഡ് ഹോപ്പ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, ഹീസ് അവർ ബ്ലസഡ് ഹോപ്പ്. ഇപ്പോൾ മനുഷ്യൻ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലുമുണ്ട്. ട്രിനിറ്റിയിൽ ഒരു മനുഷ്യൻ, there's a man. ഇപ്പൊ മനുഷ്യത്വത്തിന്റെ മഹത്വീകരണമാണ് നമ്മളവിടെ കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ലൂക്കോസ് കുറെ കൂടെ വിസ്തരിച്ച് സ്വർഗാരോഹണത്തെക്കുറിച്ച് എഴുതുന്നുണ്ട്. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവെ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നെന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ധാരാളം ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഈ നമ്മുടെ മെസ്സഞ്ചർ ബോക്സിലൊക്കെ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഓർത്തഡോക്സിയിൽ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് ഓർത്തഡോക്സിയിൽ എസ്കറ്റോളജിക്ക് പ്രാധാന്യമില്ലാത്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കർത്താവ് ഈശോ മിശിഹായുടെ ഈ വാക്കുകളാണ്. അതായത് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ഇപ്പൊ പാരമ്പര്യമുള്ള ഒരു സഭ എന്ന നിലയ്ക്ക് കർത്താവുമായിട്ട് ആ ഒരു ബന്ധത്തിൽ ആ പിന്തുടർച്ചയുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഡിസ്കഷനുകളിലേക്ക് ഓർത്തഡോക്സ് പിതാക്കന്മാർ പോകാഞ്ഞത്. കാരണം കർത്താവ് പറഞ്ഞു, അത് പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, കാലങ്ങളാണ്, സമയങ്ങളാണ്, അത് നിങ്ങൾക്കുള്ളതല്ല. പരിശുദ്ധ റൂഹ വരുമ്പോൾ അത് അറിയിക്കുമെന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് നിങ്ങൾക്കുള്ളതല്ല. സോ ഡു നോട്ട് എൻഗേജ് ഇൻ സച്ച് ഡിസ്കഷൻസ് ഓർ ഡു നോട്ട് എന്റർടൈൻ സച്ച് ഡിബേറ്റ്സ്. അപ്പൊ ഈ പെന്തക്കോസ്തുകാര് ഓൺലൈനിൽ ഇരുന്ന് രാവിലെ തുടങ്ങും, പീഡനത്തിന് മുമ്പ് വരുവോ, പീഡനത്തിന് ശേഷം വരുവോ, ഇനി പീഡിപ്പിക്കാൻ വരുവോ, പീഡിപ്പിക്കാതെ വരുവോ, ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കർത്താവിന്റെ വാക്ക് കേട്ട അപ്പോസ്തലന്മാർ, ആ പാരമ്പര്യമുള്ള അപ്പോസ്തലിക സഭകൾ, ആ പാരമ്പര്യമുള്ള ഓർത്തഡോക്സിയിൽ ഇത്തരത്തിലുള്ള ചർച്ചകളില്ല. അത്തരത്തിലുള്ള ചർച്ചകളില്ലാത്തതിന്റെ കാര്യം ഇതാണ്. കർത്താവ് പറഞ്ഞത് നിങ്ങൾക്കുള്ളതല്ല. പരിമിതമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ ബൈബിളിൽ കുറച്ച് വാക്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഗ്രഹിക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു വെളിപ്പാട് പുസ്തകം എന്താണ് എന്ന്
നമ്മളൊരു ഓർത്തഡോക്സ് കാഴ്ചപ്പാടിൽ സ്റ്റഡി ചെയ്യുമെന്ന് അത് നമ്മൾ സ്റ്റഡി ചെയ്യും. പക്ഷേ നമ്മളതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കർത്താവ് എങ്ങനെ വരാൻ പോണു അതേക്കുറിച്ചൊന്നും നിഗമനത്തിലെത്തുക എന്നുള്ളത് നമുക്കുള്ള കാര്യമേ അല്ല. ഇവിടെ അപ്പോസ്തലന്മാർ ചോദിക്കുകയാണ്, കർത്താവെ നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നു. അപ്പൊ യഥാസ്ഥാപനം എന്ന് പറഞ്ഞാൽ റിസ്റ്റോറേഷനാണ്. റിസ്റ്റോറേഷനെ പറ്റിയാണ് ചോദിക്കുന്നത്. ദ പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് റിസ്റ്റോറേഷൻ. ഇപ്പൊ പരിപൂർണമായ ഒരു യഥാസ്ഥാപനമാണ് ശിഷ്യന്മാർ ചോദിക്കുന്ന കാര്യം. അപ്പൊ അതിലേക്കാണ് സർവ പ്രപഞ്ചവും സകല സൃഷ്ടിയും കാത്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്ക് ശക്തി ലഭിച്ചു. അവർ ഭൂമിയുടെ അറ്റത്തോളം എന്തായി മാറി? സാക്ഷികളായി മാറി. അങ്ങനെ ക്രിസ്തീയ സഭ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും എത്തി. എല്ലാ രാജ്യങ്ങളിലും സാക്ഷ്യത്തിനായിട്ട് കർത്താവിൻ്റെ ശ്ലീബാമരങ്ങൾ നാട്ടപ്പെട്ടു. അതാണ് പരിശുദ്ധാത്മാവ് വന്ന് പെർഫോം ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് കുരിശ് കാണാൻ പറ്റും. എല്ലായിടത്തും പള്ളികൾ ഉയർന്ന കുന്നിൻ്റെ പുറത്തും ഒക്കെ ആയിട്ട് അത് ലോകത്തെല്ലായിടത്തും സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പം ഇതൊക്കെ വളരെ തെറ്റിദ്ധരിച്ച്, ഈ വാക്യങ്ങളൊക്കെ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ വാക്യങ്ങളൊക്കെ മിസ്ഇൻറ്റർപ്രറ്റ് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ഇപ്പം നമുക്ക് സാക്ഷിയാകാൻ പോകാമെന്നൊക്കെ പറഞ്ഞ ആളുകളെ ഉത്സാഹിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ പണം കവർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ധാരാളം ചെറു സംഘങ്ങളുണ്ട്, കൾട്ട് ഗ്രൂപ്പുകൾ. പക്ഷെ ഇതെല്ലാം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞാണ്. പരിശുദ്ധാത്മാവ് വന്ന് പെർഫോം ചെയ്യും എന്ന് യേശു കർത്താവ് വാഗ്ദാനം ചെയ്തതും, പരിശുദ്ധ റൂഹ ആരാണ്? ട്രിനിറ്റിയിൽ മൂന്നാമത്തെ വ്യക്തിയാണ്. പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിലെ മൂന്നാമനായ പാറക്കലീത്തിയായ പരിശുദ്ധ റൂഹ പെന്തക്കോസ്ത് നാളിൽ സഭയെ ഉണർത്തി അവരെ കൊണ്ട് ആ ദൗത്യത്തെ പൂർത്തീകരിച്ചിട്ട് ഈ 2000 വർഷമായിട്ടും അത് പെർഫോം ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവിന് സാധിച്ചില്ല, സഭയ്ക്ക് സാധിച്ചില്ല. ഇനി അത് ഞങ്ങൾ ഒരുപക്ഷെ ചെയ്തെടുത്തേക്കാം എന്നൊക്കെ പറയുന്നത് എത്രയോ വലിയ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഇവർക്കും എന്തോ കുഴപ്പമുണ്ട്, ഈ പറയുന്ന പരിശുദ്ധാത്മാവിനും എന്തോ കുഴപ്പമുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ നോൺ വേൾഡ് മൊത്തം ഈ സുവിശേഷം അറിയിക്കുകയും അവിടെ സാക്ഷികളാവുകയും ചെയ്തു. ചരിത്രത്തിൽ ലോകത്തിൽ സമസ്ത മനുഷ്യ ജീവിതത്തിന്റെ മേഖലകളിലും ആ സാക്ഷ്യം പതിപ്പിച്ചു കഴിഞ്ഞു. ക്രിസ്തുവിന്റെ സാക്ഷ്യം. ക്രൈസ്റ്റിനെ അറിയാത്തവരില്ല. ലോക ചരിത്രത്തെ തന്നെ 2ആയി പകുത്തു, AD എന്നും BC എന്നും. ലോകത്തിന്റെ നാൾവഴി കണക്കുകൾ മുഴുവൻ ക്രിസ്തു എന്ന ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് സെക്കുലർ ലോകം, പ്രത്യേകിച്ച് ഇസ്ലാമിക ലോകവും ഒക്കെ ഉത്സാഹിപ്പിച്ച് അതിനെ മാറ്റുവാനൊക്കെ ശ്രമിച്ചു. കുറേ സ്ഥലത്തൊക്കെ CE എന്നൊക്കെ എഴുതുന്നുണ്ട്. അങ്ങനെ എഴുതിയാലും അതിൻ്റെ ഫുൾ ഫോം കോമൺ എറ എന്ന് അവർ പറയുന്നെങ്കിലും ക്രിസ്ത്യൻ എറ എന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. കാരണം ക്രിസ്തു വർഷം തന്നെയാണ്. അപ്പൊ ആ തരത്തിൽ ചരിത്രത്തിലും ലോകത്തിലും എല്ലാ ജനപദങ്ങളിലും ആ സാക്ഷ്യം മുദ്ര വെച്ച് കഴിഞ്ഞു. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് മതമാറ്റത്തിന്റെ അജണ്ട കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്. അതൊന്നും കർത്താവ് ഉദ്ദേശിച്ച കാര്യമല്ല. ഇപ്പോൾ നടത്തുന്നത് ക്രിസ്തുവിന്റെ പേരിലുള്ള മതപരിവർത്തനമാണ്. അതും തികച്ചും അപഹാസ്യവും ഫലപ്രദമല്ലാത്തതുമായ മതപരിവർത്തന പരിശ്രമങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് ലോകത്ത് നടക്കുന്നത് തികച്ചും അപഹാസ്യവും ഫലപ്രാപ്തി ഇല്ലാത്തതുമായ മതപരിവർത്തന പരിശ്രമങ്ങളാണ്. പെന്തക്കോസ്തുകാർ, ഇതര പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ നടത്തുന്നത്, ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, അപഹാസ്യവും ഫലപ്രദമല്ലാത്തതുമായ മതപരിവർത്തന പരിശ്രമങ്ങൾ മാത്രമാണ് നടക്കുന്നത്.
ആരും തന്നെ മതപരിവർത്തനത്തിന് വിധേയരാകുന്നില്ല എന്നുള്ളതാണ് ദയനീയമായ യാഥാർത്ഥ്യം. പിന്നെ കുറച്ച് കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരെ ഇവരുടെ വിഭാഗത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഓൾറെഡി ദേ ആർ ക്രിസ്ത്യൻസ്, അങ്ങനെയൊക്കെ സാധിക്കുന്നുണ്ട്. കോട്ടയത്താണെങ്കിൽ കുറച്ച് ഓർത്തഡോക്സുകാരെ മാറ്റാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് വിഭാഗക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതും ഒരിക്കലും സുവിശേഷം പറഞ്ഞോ തിയോളജി പറഞ്ഞോ അല്ല. കൂടോത്രം, ആഭിചാരം, ക്ഷുദ്രം, വശ്യം, സ്തംഭനം, മോഹനം, മാരണം എന്നൊക്കെയുള്ള പല ക്രിയകൾ പോലെയുള്ള സമാനമായ ചില ക്രിയകൾ നടത്തുവാൻ തങ്ങൾക്ക് കഴിവുണ്ട് എന്ന് അവകാശപ്പെടുകയും ആ ക്രിയകൾ മൂലം തങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നേട്ടങ്ങളും ബിസിനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുതിച്ചുചാട്ടങ്ങളും മനസ്സിൽ കണ്ട് ലഡു ചില ആളുകൾ, അല്ലെങ്കിൽ ഇവരുടെ കൂടെ കൂടിയിട്ട് നേട്ടമുണ്ടാക്കിയ ആളുകളുടെ കഥകൾ കേട്ട് കിളിപോയ ചില ആളുകൾ ഇവരുടെ പിന്നാലെ പോകുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് യാതൊന്നും സംഭവിക്കുന്നില്ല. കാരണം പരിശുദ്ധ റൂഹ ആ പ്രവൃത്തികളെല്ലാം തികച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോകത്ത് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു സഭ. കഴിഞ്ഞ 2000 വർഷമായി മനുഷ്യന്റെ സമസ്ത മേഖലകളിൽ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കണം. ഹിസ്റ്ററി ഞാൻ പറഞ്ഞത് സെക്യുലർ ഹിസ്റ്ററി പഠിക്കൂ. അതിനകത്ത് ചർച്ചിന്റെ ഇൻവോൾവ്മെന്റ് നോക്കുക. അപ്പൊ സഭ അതിനകത്തുണ്ട്. അതിന് പ്രത്യേകിച്ച് ഇനി നിങ്ങളൊന്നും കെട്ടിപ്പടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. ചർച്ച് ഈസ് ഓൾറെഡി ദയർ. ഇനി നിങ്ങൾ അത് ഉണ്ടാക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫൂളിഷ്നെസ്. പിന്നെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞതുപോലെ ക്ഷുദ്രപ്രയോഗങ്ങളാണ്. വശ്യം, സ്തംഭനം, ഉച്ചാടനം, മോഹനം, മാരണം, ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടല്ലോ ക്ഷുദ്രപ്രയോഗങ്ങൾ. അതിന് സമാനമായ പ്രയോഗങ്ങളാണ് ഈ പാസ്റ്റർമാർ എന്ന് പറയുന്ന ആളുകൾ നടത്തുന്നത്. അതൊന്നും കർത്താവ് ഈശോ മിശിഹായ്ക്കോ അവിടുത്തെ ദിവ്യ സുവിശേഷത്തിനോ ദൈവത്തിന്റെ തിരുഹിതത്തിനോ ഒന്നും യോജിച്ചല്ല എന്ന് മനസ്സിലാക്കി പെന്തക്കോസ്ത് വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന സുറിയാനിക്കാരെല്ലാം അതിൽ നിന്ന് പിന്മാറണം എന്ന് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ അതിൽ നിന്നെല്ലാം പിന്മാറണം. ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു. അത് തൃപ്പൂണിത്തറ ഉള്ള ഒരാളാണ്. അദ്ദേഹം നല്ല ഉന്നതമായ നിലയ്ക്ക് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം 12 വർഷം മുമ്പ് കോട്ടയത്തുള്ള ഒരു പ്രസ്ഥാനത്തിൽ ചേർന്ന് ഒരു ന്യൂ ജനറേഷൻ ശാപവിമുക്തി പ്രസ്ഥാനത്തിൽ ചേരുക. ഇന്ന് ബിസിനസ് എല്ലാം തകർന്നിട്ട് തൻ്റെ വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഭാര്യയും 2 മക്കളും ഉണ്ട്. സാജൻ പഠിക്കൽ ലൈക്ക് അടിക്കുന്നുണ്ട്. സാജൻ പഠിക്കൽ അഡ്രസ്സ് കണ്ടുപിടിച്ച് അദ്ദേഹത്തെ പോയി കണ്ടാൽ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ നന്നായിരിക്കും. ഇന്ന് വളരെ ദയനീയമായ ചിത്രമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ അനുദിന ജീവസന്ധാരണത്തിന് അദ്ദേഹത്തിന്റെ പിതാവ് 80 വയസ്സുള്ള തന്റെ പിതാവ് ജോലി ചെയ്താണ് ഇപ്പോൾ ആ കുടുംബം പുലർത്തുന്നത്. ഇദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു. ആ സാക്ഷ്യം കൂടെ പ്രസിദ്ധീകരിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം വീണവരുടെ സാക്ഷ്യം ആരും പ്രസിദ്ധീകരിക്കാറില്ല. തകർന്നവന്റെ സാക്ഷ്യവും ആരും പറയാറില്ല. ഇത് അനേക ആളുകൾ ഈ കുരുക്കിൽപ്പെട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെയും പറഞ്ഞതുപോലെ, അനേക കൾട്ട് ഗ്രൂപ്പുകൾ, എംപറർ ഇമ്മാനുവേൽ വലിയ കൾട്ടുകളാണ്. കഴിഞ്ഞ വർഷം അമ്പലമുകളില് റിഫൈനറിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി കുറെ സ്ഥലം എടുത്തു. കുറച്ച് യാക്കോബായക്കാരുടെയൊക്കെ സ്ഥലം അതിനകത്ത് പല ആളുകളും 30 ലക്ഷം രൂപ വരെ കൾട്ട് ഗ്രൂപ്പിൽ കൊടുത്തവരുണ്ട്. അതായത് 3 കോടിക്ക് സ്ഥലം വിറ്റവർ കൃത്യം ദശാംശം വേണമെന്ന് പറഞ്ഞ് കൾട്ട് ഗ്രൂപ്പുകൾ ദശാംശം വാങ്ങിയെടുത്തു. ഇപ്പൊ ഈ ഗ്ലോറിയസ് ഗോസ്പൽ കേട്ടപ്പോൾ അവരെല്ലാം രംഗത്ത് വരുന്നേ, അയ്യോ ഞങ്ങളുടെ ഇത്ര പോയി. എന്റെ ഇൻബോക്സിൽ കഥകൾ നിറഞ്ഞു കവിയുകയാണ്. ഞാൻ പറഞ്ഞ് പോയത് പോയി, പോരടി പാപ്പി എന്ന് പണ്ടാരൻ പറഞ്ഞല്ലോ, പോയത് പോയി. അപ്പൊ അവരാരും തന്നെ അവരുടെ പിതാക്കന്മാരായിട്ട് കെട്ടിപ്പടുത്ത ആ സുറിയാനി പള്ളിയുടെ ഇടവകയിൽ നിന്ന് ഒരു സംഭാവനയും കൊടുത്തിട്ടില്ല. കല്യാണത്തിന് 1000 രൂപ കൊടുത്തതിന് കണക്ക് പറയുകയും വഴക്ക് പിടിക്കുകയും ചെയ്തവന്മാരാണ്. പക്ഷെ ഇത്തരത്തിലുള്ള കൾട്ട് ഗ്രൂപ്പുകളിൽ ചെന്ന് കഴിയുമ്പോൾ മത്സരിച്ച് മടിശീലി അഴിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവരിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ പൈതൃകത്തിലേക്ക് മടങ്ങുക, നിങ്ങളുടെ അസ്തിത്വത്തിലേക്ക് മടങ്ങുക, നിങ്ങളുടെ സ്വത്വത്തിലേക്ക് മടങ്ങുക, നിങ്ങളുടെ തറവാട്ടിലേക്ക് മടങ്ങുക, നിങ്ങളുടെ സ്വന്തത്തിലേക്ക് മടങ്ങുക. അതാണ് കരണീയമായിട്ടുള്ള കാര്യം. കാരണം കർത്താവ് ഈശോ മിശിഹാ സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്കാണ് വാഗ്ദത്തം ചെയ്തത്. ആ സഭയ്ക്കാണ് പരിശുദ്ധാത്മാവ് കിട്ടിയത്. ആ സഭയ്ക്ക് പുറത്തുള്ള പരിശുദ്ധാത്മാവ്, അതിന് പുറത്തുള്ളതെല്ലാം പൈശാചിക ആത്മാവാണ്. അതെല്ലാം ഈ പറഞ്ഞ ആഭിചാരം, ക്ഷുദ്രം, മന്ത്രവാദം, ചതിപ്രയോഗങ്ങൾ, മാരണം, സ്തംഭനം, വശ്യം, മോഹനം, ഉച്ചാടനം, ബന്ധനം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് അവകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിട്ട് നമുക്ക് ദിവ്യാത്മാവിൻ്റെ പ്രബോധനമുള്ള ദൈവിക സാന്നിധ്യമുള്ള പരിശുദ്ധ മാമോദിസായുടെ റൂഷ്മായാൽ മുദ്രകുത്തപ്പെട്ട ഓരോരുത്തരും ആ പരിശുദ്ധ മൂറോന്റെ സുഗന്ധം തങ്ങി നിൽക്കുന്ന അവന്റെ മുറിവുകളിൽ നിന്നുള്ള ആ മൂറോൻ തൈലത്തിന്റെ സുഗന്ധം ഇന്നും ഉള്ള ആ സഭയുടെ കുദാശകളിലേക്ക് മടങ്ങുവാൻ ഞാൻ സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയിൽ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. പിന്നീട് 10 ദിവസമാണ് അവർ കാത്തിരിക്കേണ്ടി വന്നത്. അപ്പോൾ ഇന്നു മുതൽ 10 ദിവസം കാത്തിരുന്ന് കഴിയുമ്പോൾ പെന്തക്കുസ്ത പെരുന്നാൾ ആഗതമാവുകയാണ്. അടുത്ത 10 ദിവസം കഴിയുമ്പോഴാണ് പെന്തക്കോസ്തി പെരുന്നാൾ. അപ്പം നമുക്ക് എല്ലാം വളരെ പരിചയമാണ് പെന്തക്കോസ്തി പെരുന്നാൾ. ഇപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഇത് പറഞ്ഞ ശേഷം അവർ കാൺകെ അവൻ ആരോഹണം ചെയ്തു. ഇത് പറഞ്ഞ ശേഷം അവർ കാൺകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ ആരോഹണം ചെയ്തപ്പോൾ ഒരു മേഘം അവരുടെ കാഴ്ചയെ മറച്ചു. വാട്ട് ഈസ് ക്ലൗഡ്? ക്ലൗഡ്, ഒരു മേഘം അവരുടെ കാഴ്ചയെ മറച്ചു. ഇപ്പൊ നമ്മളിപ്പോ ഇത് ചിന്തിക്കുമ്പോൾ കർത്താവ് പൊങ്ങി 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 പോയപ്പം ഒരു മേഘം വന്ന് അവരുടെ കാഴ്ചയെ മറച്ചു. എന്താണ് മേഘം? ക്ലൗഡ്. കാരണം കർത്താവ് ഈശോ മിശിഹ ഉയർത്തെഴുന്നേറ്റപ്പം ആ ഒപ്പം അനേക വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. അനേക വിശുദ്ധന്മാർ. അതുതന്നെയല്ല, കർത്താവ് ഈശോ മിശിഹ കുരിശിലേക്ക് പോകുന്ന സമയത്ത് യെരുശലേമില് ഏകദേശം 70,000 സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഇത് കർത്താവിന്റെ വാക്കുകളിൽ നമുക്കറിയാം. കാരണം ഗതസമനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് പറയുകയാണ്, ഇവിടെ ഇപ്പോൾ 12 ലഖിയോനിലധികം ദൂതന്മാരുണ്ടെന്ന് പത്രോസിനോട് പറയുകയാണ്. അപ്പോൾ ഒരു ലഖിയോൻ എന്ന് പറഞ്ഞാൽ 6,000. 12 ലഖിയോൻ എന്ന് പറയുമ്പോൾ ഏകദേശം 70,000 ദൂതന്മാർ യെരുശലേമിൽ നിൽപ്പുണ്ട്. അപ്പൊ കർത്താവ് ഈശോ മിശിഹ സ്വർഗത്തിലേക്ക് പോവുകയാണ്. കർത്താവ് സ്വർഗത്തിലേക്ക് പോകുമ്പോ ഈ ഉയർത്തെഴുന്നേറ്റ ആളുകളുണ്ട്. അവരെല്ലാം കർത്താവിന്റെ കൂടെ മുകളിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കറിയാമോ, മത്തായിയുടെ സുവിശേഷം 27 വായിക്കുകയാണ്, അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. അപ്പൊ മരിച്ച അനേക ആളുകൾ ഉയർത്തെഴുന്നേറ്റ് അവിടെ നിൽക്കുകയാണ്. ആ വലിയ പെരുന്നാൾ നടക്കുകയാണ്. യെരുശലേമിലെ പെസഹ പെരുന്നാളിന് വന്നിരിക്കുന്ന ബഹുപുരുഷാരമാണ്. അപരിചിതരായ ആളുകൾ, വിദേശീയരായ ആളുകളുണ്ട് തദ്ദേശീയരായ ആളുകളുടെ കൂടെ. അപ്പൊ ആ കൂടെ തന്നെ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നടക്കുന്നുണ്ട്. ആർക്കും അറിയത്തില്ല ഇതൊക്കെ ആരാന്ന്. ഇപ്പൊ മണറാട്ടുപള്ളി പെരുന്നാൾ നടക്കുന്ന സമയത്ത് അറിയത്തില്ല. ഇപ്പൊ തന്നെ മണറാട്ട് ആരൊക്കെയാണെന്ന് അറിയത്തില്ല. കാരണം ഒരുപാട് വന്നു താമസക്കാരുണ്ട്. പണ്ടത്തെ പോലെയൊന്നും അല്ല. ബിനു ജോർജൊക്കെ എന്നെ കേട്ടോണ്ടിരിപ്പുണ്ട്. അവർക്കറിയാം. അവിടെയൊന്നും ഞങ്ങളുടെ നാട്ടിലെ കാര്യമല്ല, എല്ലാ നാട്ടിലും അങ്ങനെയാണ്. ഇപ്പൊ തന്നെ ഒറീസക്കാരുണ്ട്, ബംഗാളികളുണ്ട്, പിന്നെ പല സ്ഥലത്തു നിന്നുള്ള അപ്പൊ നമുക്കൊന്നും നിൽക്കുമ്പോൾ ആരൊക്കെ അറിയത്തില്ല. അപ്പൊ ഇവൻ ചത്തോനാണോ ഉയർത്തെഴുന്നേറ്റവനാണോ ഒന്നും അറിയത്തില്ല. അപ്പൊ യെരുശലേമിൽ അന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അന്ന് പേർത്യരും, മേത്യരും, മെസപ്പത്തോമിയരും, ഏലാമ്യരും ഒക്കെ വിദൂര ദേശങ്ങളിൽ നിന്ന് 18 രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ അവിടെ ഉണ്ട്. പെന്തക്കോസ്തി ആയപ്പോഴേക്കും ആളങ്ങ് കൂടി വരികയാണ്. ഭയങ്കര തിരക്കാണ്. അപ്പം യെരുശലേമിൽ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ ഒരുപാട് ആളുകൾ ഉയർത്തെഴുന്നേറ്റ ആളുകളാണ്. അവരെ പരിചയമുള്ള ആളുകൾക്ക് മാത്രം അവർക്ക് മനസ്സിലാവൂ, അയ്യോ ഇത് നമ്മളെ 4 കൊല്ലം മുമ്പ് മരിച്ച ചെറിയാച്ചനല്ലേ നടന്നു വരുന്നത് എന്നൊക്കെ അങ്ങനെ ചില ആൾക്ക് മനസ്സിലാവും. എന്നുള്ളതല്ലാതെ അവ ഉയർത്തെഴുന്നേറ്റ ആളുകൾ ഇങ്ങനെ നടക്കുകയാണ്. അതിന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് 40 ദിവസം. അതിനുശേഷമാണ് കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ കർത്താവ് ഇങ്ങനെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയാണ്.
കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ ഈ കണ്ട ആളുകൾ മുഴുവൻ കർത്താവിനോട് കൂടെ പല ഭാഗങ്ങളിൽ നിന്ന് അവരൊക്കെ പല സ്ഥലങ്ങളിലേക്ക് ചെതറിപ്പോയി. അവിടെ നിന്നെല്ലാം അവരെല്ലാം കയറിപ്പോവാണ്. അവരെല്ലാം കയറി അങ്ങ് പോയി. ദൂതന്മാരും മുകളിലേക്ക് ആരോഹണം ചെയ്തു. അപ്പോൾ ഇവർ താഴെ നോക്കുമ്പം ഇതൊരു മേഘമായിട്ടാണ് കാണുന്നത്. ഇവരെല്ലാം കൂടെ മുകളിലോട്ട് ഇന്ന് കർത്താവിനോട് ചേരുമ്പം വലിയൊരു മേഘമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ എബ്രായ ലേഖനം 12:1 നമ്മൾ വായിക്കും, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. അത് നമ്മുടെ മലയാളത്തിലെ തർജ്ജിമയിൽ സമൂഹം എന്നാണ് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്സസ് എന്നാണ്. ക്ലൗഡ് ഓഫ് വിറ്റ്നസ്സസ്. ഇന്ന് ക്ലൗഡ് എന്ന ടേം നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട്, ക്ലൗഡൊക്കെ വന്നിട്ട് ക്ലൗഡ് സ്റ്റോറേജിങ് ഒക്കെ വന്നിട്ടുണ്ട്. ക്ലൗഡ് എന്നുള്ള വാക്കും വളരെ എന്നാ പറയുന്നത്, വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. അപ്പൊ ആ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്സസ് ആണ് സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം. Therefore, since we are surrounded by such a great cloud of witnesses, let us throw off everything that hinders and the sin that so easily entangles. അപ്പം such a great crowd എന്നാ പറയുന്നത്. സാക്ഷികൾ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ക്ലൗഡ് ഓഫ് വിറ്റ്നസ്സസ്. ഗ്രീക്കിൽ അതിന് നെഫോസ് എന്നാണ് പറയുന്നത്. അത് ക്ലൗഡാണ്. അപ്പൊ ഈ ക്ലൗഡ് എന്ന് പറയുന്നത് എന്താണ്? വിറ്റ്നസ്സസ്, ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി വരുന്നതിനെയാണ് ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പൊ കർത്താവ് ഇങ്ങനെ ഉയർന്നു പോയി കഴിയുമ്പം ഒരു ക്ലൗഡ് വന്നവനെ മറിച്ചു. ഇനി കർത്താവ് വരുന്നത് എങ്ങനെയാണ്? കർത്താവ് വരുമ്പം നമ്മൾ ഈ പാട്ടൊക്കെ ഉണ്ടല്ലോ, മേഘാരൂഢനായി അവൻ വരും, അല്ലേ? എങ്ങനെയാ മേഘാരൂഢനായിട്ട് വരുന്നേ? മേഘാരൂഢനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരൻ താൻ. അങ്ങനെ ഒരു പാട്ടൊക്കെ സാധാരണ പെന്റക്കോസ്റ്റൽ സോങ് ആണ്, വളരെ പോപ്പുലറായിട്ട് നമ്മൾ പാടുകയാണ്. അപ്പൊ എന്താണ് ഈ മേഘം? മേഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴമേഘമാണോ വെള്ളി മേഘമാണോ, എന്ത് മേഘത്തല്ല വരുന്നത്? അപ്പൊ മേഘം എന്ന് പറഞ്ഞാൽ ഈ 1000 വിശുദ്ധന്മാരുടെ കൂടെ വരുന്ന അവര് ഒരു മേഘമായിട്ടാണ് പറയുന്നത്. അതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു മേഘം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. അപ്പൊ മേഘത്തിനകത്ത് നമ്മൾ നിന്നിട്ടുണ്ടോ? നിങ്ങൾ വിമാനത്തെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, മേഘത്തിലൂടെ വിമാനം ഇങ്ങനെ പോകുമ്പോൾ മേഘത്തിനകത്തൂടെ ഇങ്ങനെ വിമാനം പോകും. അതുപോലെയാണ് ഇസ്രായേൽ മക്കൾ കടലിലും സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റെന്നാണ് കൊരിന്ത്യർ ലേഖനം 10 പറയുന്നത്. മേഘത്തിനകത്തുകൂടെയാണ് ഇസ്രായേൽ മക്കൾ ഇങ്ങനെ പോകുന്നത്. അപ്പൊ പുതിയ നിയമത്തിൽ നമുക്ക് ഒരു മേഘം നമ്മുടെ ചുറ്റും നിൽക്കുന്നത്, അത് നമ്മുടെ വിശുദ്ധന്മാരാണ്. പരിശുദ്ധ അമ്മയും അപ്പോസ്തലന്മാരും അപ്പോസ്തലിക പിതാക്കന്മാരും സഭാപിതാക്കന്മാരും രക്തസാക്ഷികളും ഏവങ്കലിസ്തന്മാരും മൗദ്യാനന്മാരും ഇവരെല്ലാം, അതും കൂടാതെ മാലാഖമാരുടെ വിവിധ ഗണങ്ങളും എല്ലാം ഒരു മേഘം പോലെ നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. അപ്പം ഒരു സത്യവിശ്വാസി നടന്നു പോകുന്നത് മേഘത്തിലൂടെയാണ്. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താ, ഓ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താ, കൃപയരുൾക അളവെന്നെ പകർന്നിടുക, ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക, ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക, കരുണയിൻ സാഗരമേ
ശോകക്കൊടും വെയിലേറിടുമ്പോൾ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താ. മേഘത്തിൻ ഇതാണ് പഴയ നിയമത്തിൽ ഒരു മേഘം നിഴലായി പ്രത്യക്ഷപ്പെട്ടു. പുതിയ നിയമത്തിൽ റിയൽ മേഘമാണ്. ഒരു വിശ്വാസിയുടെ ക്രിസ്തീയ ജീവിതത്തിൽ താങ്ങായി, തണലായി, സാന്ത്വനമായി അവന് മേഘമുണ്ട്. ഒരു മേഘത്തിന്റെ കീഴിൽ, മേഘത്തിനകത്തൂടെയാണ് പുതിയ നിയമ വിശ്വാസി നടക്കേണ്ടത്. ആ മേഘം ആരാണ്? സാക്ഷികളുടെ ഇത്ര വലിയൊരു മേഘം നമ്മളെ പൊതിഞ്ഞു നിൽക്കുകയാണ്. ആ മേഘത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധ അമ്മയാണ്. പത്രോസ് ലീഹ ഉണ്ട്, പൗലൂസ് ലീഹ ഉണ്ട്, അന്ത്രയോസ് ലീഹ ഉണ്ട്, യോഹന്നാൻ സ്ലീഹ ഉണ്ട്, തോമാസ് ലീഹ ഉണ്ട്, സഹദേന്മാരുണ്ട്, ഗീവറി സഹദ ഉണ്ട്, ബെഹനാൻ സഹദ ഉണ്ട്, സെബസ്ത്യാനോ സഹദ ഉണ്ട്, മൗദ്യാനന്മാർ, എവങ്കേലിസ്തന്മാർ, വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ, മരുഭൂപിതാക്കന്മാർ, മരുഭൂമാതാക്കൾ. വാട്ട് എ ബ്ലെസ്സഡ് ലൈഫ്. ഡെസേർട്ട് ഫാദേഴ്സ്, ഡെസേർട്ട് മദേഴ്സ്, ദൈവത്തെ ധരിച്ചവർ, സ്ലീഹായ്ക്ക് അടുത്തവർ, നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാർ, നിക്കയായിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ട 3 പൊതുസുന്നോദോസിലെ പിതാക്കന്മാർ. ഇന്ന് അവരെ ഓർക്കുന്ന ദിവസവും കൂടിയാണ്. 4 ഏവങ്കലിസ്തന്മാരെയും 3 സുന്നോദോസിലെ പിതാക്കന്മാരെയും ഒരുമിച്ച് സഭ ഓർക്കുന്ന ദിവസവും കൂടിയാണ് ഇന്ന്. അപ്പൊ ഇവരെല്ലാം മേഘമാണ്. പെന്തക്കോസ്തുകാർ ആ പാട്ട് പാടുന്നുണ്ടെങ്കിലും ആ പാവങ്ങൾക്ക് ഇതുവരെ അർത്ഥം മനസ്സിലായിട്ടില്ല. അപ്പൊ മേഘം എന്ന് പറഞ്ഞാൽ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. അപ്പൊ ഈ അർത്ഥം, ഈ ആശയം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പാട്ട് പാടാൻ. ആ ആശയം മനസ്സിലാക്കിയിട്ട് പാടുമ്പം നമുക്ക് ആ പാട്ട് പാടാൻ പറ്റും. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താ. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താ. കൃപയരുൾക, കൃപയരുൾക, അളവെന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ശോകത്തോടും ശോകത്തോടും മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താ. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താ. ഹൃദയ
അപ്പൊ ഇതാണ് നിന്ദകൾ, പരിഹാസകൾ, പീഡകൾ ഏറിടുമ്പോൾ. മനസ്സിലായില്ലേ? അപ്പൊ സാന്ത്വനം നൽകുവാൻ ഒരു മേഘം വേണം. ആ മേഘത്തിൽ നിന്ന് പീഡകൾ അനവധി സഹിച്ചവരായ, അതാണ് നമ്മുടെ വിശ്വാസം. പീഡകൾ അനവധി ഏറ്റവരാം സഹദേന്മാർ, മൗദ്യാനന്മാർ എന്നിവർ സഹിതം സ്തുതി പാടാൻ ഞങ്ങൾക്കർഹതയേകേണമേ. ഇവര് ഈ മേഘത്തിന്റെ തണലെന്ന് പറയുമ്പോ, ഇതാണ് മേഘത്തിന്റെ തണലെന്ന് പെന്തക്കോസ്ത സഹോദരങ്ങൾ മനസ്സിലാക്കണം. വ്രതമോടു നിന്നെ പ്രസവിച്ച നിർമ്മല കന്യകയോടു കൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹതയേകേണമേ. നിന്നെ ഏറ്റു പറഞ്ഞവരാം സഹദേന്മാർ, മൗദ്യാനൻ. ഇത് ഈ കാരണം ഈ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്, സാക്ഷികൾ, ഇത്ര വലിയൊരു മേഘം നമുക്ക് ചുറ്റും നിൽക്കുക. ഇത് സഭയെ കവർ ചെയ്ത് നിൽക്കുക. ഇത് സഭയെ കവർ ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഈ പഴയ നിയമത്തിലൊക്കെ വായിക്കുമ്പോൾ ഇതേക്കുറിച്ച് നമുക്ക് ധാരാളം സൂചനകൾ കിട്ടും. ഈ പഴയ നിയമത്തിലൊക്കെ വായിക്കുമ്പം ഈ പഴയ നിയമത്തിൽ പല ഭാഗത്ത് നിങ്ങൾ വായിക്കുമ്പം നിങ്ങൾക്ക് ഇത് തന്നെ വായിക്കാൻ പറ്റും. നീ എന്നോട് കൂടെ ചേരും, അവൻ തൻ്റെ ജനത്തോട് ചേർന്നു. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പഴയ നിയമത്തിൽ ഓരോരുത്തരും മരിക്കുമ്പോൾ നീ മരിച്ച് എന്നോട് ചേരും, അല്ലെങ്കിൽ അവൻ തൻ്റെ ജനത്തോട് ചേർന്നു. ഇതാണ് മരണത്തെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഈ വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക്, ഈ ക്ലൗഡിലേക്കാണ് ചേരുന്നത്. ക്ലൗഡ് ഈ നമുക്കിന്നത്തെ ആ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളൊരു ടേംസ് ഞാൻ എപ്പോഴും പറയും. ഈ കമ്പ്യൂട്ടർ ആധുനികവൽക്കരണം, ഈ കമ്പ്യൂട്ടറിൻ്റെ ഇതെല്ലാം കൂടെ വന്നുകൊണ്ട് നമുക്ക് ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. ഈ ക്ലൗഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ഫയലൊക്കെ ക്ലൗഡിലാണ് സൂക്ഷിക്കുന്നത്. ക്ലൗഡ് എവിടെയാണ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു കോൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വാങ്ങിപ്പോയിരിക്കുന്നവരുടെ സോൾസ് അതെല്ലാം ക്ലൗഡിലാണ്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? The cloud of witnesses, the cloud of saints, the cloud of martyrs, the cloud of departed souls. വാങ്ങിപ്പോയ ആത്മാക്കളുടെ വലിയ മേഘമാണ്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാണുന്ന യൂദായുടെ പുസ്തകത്തിൽ വായിക്കുമ്പം, യൂദായുടെ പുസ്തകം 15-ാം വാക്യം, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളുടെ നിമിത്തം ഭക്തികെട്ട പാവികൾക്ക് നേരെ തന്റെ നേരെ പറഞ്ഞ നിഷ്ഠൂരങ്ങളുടെ നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരുടെ കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. കർത്താവ് എങ്ങനെ വരുന്നു? 1000 വിശുദ്ധന്മാരോട് കൂടെ വരുന്നു. ഈ 1000 വിശുദ്ധന്മാരാണ് ഈ ക്ലൗഡ് എന്ന് പറയുന്നത്, മേഘം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി കർത്താവ് മേഘാരൂഢനായി വരുന്നു, അല്ലെ കർത്താവ് മേഘത്തേൽ വരുന്നു, മേഘത്തേരൽ വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോർഡ് ഈസ് കമ്മിങ് വിത്ത് മെനി തൗസൻഡ്സ് ഓഫ് സെയിൻറ്റ്സ്. ഒരുപാട് വിശുദ്ധന്മാരുടെ കൂടെ വരുന്നു എന്നാണ് നിങ്ങൾ ഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ വിശുദ്ധന്മാരുടെ വലിയ ഒരു ഗണം, അപ്പൊ ആ ഗണം നമ്മളെ ചുറ്റി നിൽക്കുന്നു എന്നുള്ളതാണ് സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഈ പല പ്രാവശ്യം ഈ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ആവർത്തിക്കുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾ ധൂപപ്രാർത്ഥനയുടെ സമയത്ത് വളരെ ജാഗ്രതയോടെ നിൽക്കണം. അതുപോലെ ധൂപപ്രാർത്ഥന നടത്തുന്നവർ ആ ധൂപപ്രാർത്ഥന വളരെ അപ്പോൾ ഏറെ ധൂപം അർപ്പിക്കണം. ധൂപമൊക്കെ നല്ലപോലെ ചേർത്ത് ധൂപവർഗത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ആ സമയത്ത് ആ ക്ലൗഡിൻ്റെ സാന്ത്വനം ജനത്തിന് കിട്ടും. കാരണം ആ സമയത്ത് ക്ലൗഡാണ് സാന്ത്വനിപ്പിക്കുന്നത്. മുറിവേറ്റവരെ സാന്ത്വനിപ്പിക്കുവാൻ മുറിവേറ്റവർ തന്നെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു
തിയോളജിക്കൽ കോൺസെപ്റ്റാണ്. മുറിവേറ്റവരെ സാന്ത്വനിപ്പിക്കുവാൻ മുറിവേറ്റവർ തന്നെ നിൽക്കുകയാണ്. സഹതന്മാരും വിശുദ്ധന്മാരും വിശുദ്ധമതികളും എല്ലാം അവിടെ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് അവർ ഈ കഷ്ടതകളിലൂടെ കടന്നു പോയിട്ടുള്ളത്. ഈ കഷ്ടതകളിലൂടെ കടന്നു പോയിട്ടുള്ളവർ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതിന് അവർ കഷ്ടങ്ങളിൽ തികഞ്ഞവരായി കടന്നുപോയി. അവരുടെ ആ വലിയ സാന്നിധ്യമാണ്. അപ്പം അതാണ് ആ പാട്ടുകാരൻ, ആ പെറ്റക്കോസ്റ്റൽ സോങ് നിങ്ങൾ കേട്ടില്ല, അതിനകത്ത് അവൻ എഴുതിയിരിക്കുകയാണ്, ഒരു മേഘത്തിൻ്റെ തണൽ എനിക്ക് തരണം, എനിക്ക് സാന്ത്വനം ആവശ്യമാണ്. അതെങ്ങനെയാണ് സാന്ത്വനം കിട്ടുന്നത്? മേഘത്തിൻ്റെ തണൽ വന്നാൽ ഇപ്പം നമുക്കൊന്ന് എ സിക്കകത്ത് കയറിയിരുന്നാൽ പോരെ? ഒരു വലിയ ഹൃദയവേദന വരുന്ന ഒരാൾ, അപ്പം അതിനകത്ത് അദ്ദേഹം പറയുന്ന പീഡനങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും നിരാശകളും പാർശ്വവൽക്കരിക്കപ്പെട്ട അനുഭവങ്ങളും തിരസ്കരണങ്ങളും ഉപേക്ഷണങ്ങളും ഇങ്ങനെയുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും ക്ലേശങ്ങളും വ്യഥകളും ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് സാന്ത്വനം ആവശ്യമാണ്. അതിന് കർത്താവ് എനിക്കൊരു മേഘത്തിൻ്റെ തണൽ തരണമേ. എന്നോ ഒരു മേഘത്തിൻ്റെ തണൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും ആധുനിക എ സിയുടെ അത്ര തണുപ്പ്. ഒരു എ സിക്കകത്ത് കയറിയുന്ന ഒരാൾക്കും ഒരു സ്വാന്തനവും കിട്ടത്തില്ല. പക്ഷെ ആ മേഘത്തിൽ നിങ്ങൾക്ക് ഇയ്യോബിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലോ, ആ മേഘത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലോ, ആ മേഘത്തിൽ പൗലൂസ് ലീഹ പുഞ്ചിരി തൂക്കിക്കൊണ്ട് സാരമില്ല മകനെ എന്ന് പറയുന്നുണ്ടെങ്കിലോ, ആ മേഘത്തിൽ ഗീവറി സഹദ നിങ്ങളെ നോക്കി പുഞ്ചിരി തൂകുന്നുണ്ടെങ്കിലോ, ആ മേഘത്തിൽ നിങ്ങളെ നോക്കി ബഹനാൻ സഹദ പുഞ്ചിരി തൂകുന്നുണ്ടെങ്കിലോ, ആ മേഘത്തിൽ കുഞ്ഞിക്കൈകൾ നീട്ടി കുറിയാക്ക സഹദ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലോ, ആ മേഘത്തിൽ നിങ്ങൾ ഈ വിശുദ്ധന്മാരെ എല്ലാം കാണുകയാണ്. ഇതാണ് സുറിയാനി സഭയുടെ വിശ്വാസം. അതുകൊണ്ട് മേഘം നമ്മെ സംബന്ധിച്ച് ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. പ്രാർത്ഥനയിൻ സമയമീതല്ലോ മോർഗി വറുകി പതിവിൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴും നിൻ ശബ്ദത്തെ നാദൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ഈ വിശുദ്ധന്മാരാണ്. അതാണ് അതാണ് ആക്ച്വൽ മേഘം. അല്ല നിങ്ങളുടെ കാശ് കട്ടെടുക്കാൻ വേണ്ടി നിങ്ങളുടെ പോക്കറ്റിലോട്ട് ഇങ്ങനെ ഊതുന്ന ഉപദേശിമാരല്ല. പോക്കറ്റ് ഊതി നോക്കുന്നു, അതിനകത്ത് വല്ലതും ഉണ്ട്. ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. നിങ്ങൾക്ക് എന്നാ പ്രശ്നമില്ല, അതെല്ലാം വിടുക, നല്ലപോലെ ഇളിച്ചു പിടിക്കുക. 70mm കോളിനോസ് ചിരിയുമായിട്ട് വാതൊക്കെ നിൽക്കുക, വരുന്നവരെ കൈ കൊടുക്കുക, പിടിച്ചു കുലുക്കുക, സന്തോഷിപ്പിക്കുക. ചിയറപ്പ് എന്ന് പറഞ്ഞ അതിനകത്തൊരു ഷോ, ഒരു ഡാൻസ്, ചാട്ടം, ഒന്നും പേടിക്കണ്ട മാമി എന്ന് പറഞ്ഞ് ഈ കോമാളികളുടെ കോമാളിത്തരം കണ്ട് അവന്മാര് പല്ലിളിക്കുന്ന കണ്ട് ആശ്വസിച്ച് നിങ്ങളുടെ കാശും പോവും. ഇതാണ് ന്യൂ ജനറേഷൻ ചർച്ചുകളിൽ നടക്കുന്നത്. നിങ്ങൾ അതെല്ലാം കണ്ട് വിശ്വസിച്ചോ? നിങ്ങൾ മടങ്ങുക, നിങ്ങളുടെ പഴയ പള്ളിയിൽ ചെല്ല്. അവിടെ ആ വൃദ്ധനായ പുരോഹിതൻ ആ ധൂപക്കുറ്റിയിൽ ധൂപം നിറച്ച് ആ ധൂപം അർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ. ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. പരിശുദ്ധ അമ്മയെ, തമ്പുരാന്റെ അമ്മയെ നിങ്ങളവിടുന്ന് പ്രാർത്ഥിക്കുക. ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് വിശുദ്ധന്മാരുടെ ഒരു മേഘമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം എവിടെയാണ്? നമ്മൾ സ്വർഗാരോഹണത്തെ പറ്റിയാണ് കേട്ടോണ്ടിരുന്നത്. അപ്പം അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകും നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? ഈ 2 വെള്ള വസ്ത്രം ധരിച്ച ഈ 2 പുരുഷന്മാരെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എവിടെയാ? നമ്മുടെ മേരി യേശുവിന്റെ കല്ലറയ്ക്ക് ചെന്നപ്പോൾ അവന്റെ ശരീരം വെച്ചിരുന്ന സ്ഥലത്ത് ഒരുത്തൻ കാൽക്കലും മറ്റവൻ തലക്കലുമായിട്ട് ഈ 2 പേര് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? 40 ദിവസം മുമ്പ് ഇറങ്ങി നിൽക്കുന്ന ഇവര്.
ഇവരിറങ്ങി അന്നേരമൊന്നും അല്ല, ഇവർ ആ ക്രൂശീകരണത്തിന്റെ സമയത്തൊക്കെ ഇറങ്ങി നിന്നവരാ, ഇവർ പോയിട്ടില്ല ഇതുവരെ. ഇതാ ഞാൻ പറഞ്ഞു, ഇവരെല്ലാം അവിടെ ഉണ്ട്. യെരുശലേമിൽ ഈ വലിയ ക്യാമ്പുണ്ട്. കർത്താവ് അവിടെ ചലിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 10,000 ദൂതന്മാരുടെ സാന്നിധ്യത്തിലാണ് ചലിക്കുന്നത്. യേശു ചലിക്കാൻ മുഴുവൻ അണ്ടർകവറാണ്. ഇവിടുന്ന് ട്രംപ് ഡൽഹി വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തുമാത്രം മോണിറ്ററിങ് സിസ്റ്റമായിട്ടാണ് അമേരിക്കക്കാർ പോകുന്നത്. അവിടെ അമേരിക്കൻ രഹസ്യാന്വേഷണക്കാരെല്ലാം നോക്കുകയാണ് ഓരോ ചലനങ്ങളും. അതൊക്കെ മാനുഷികമാണ്. പരാജയങ്ങളും പിഴവുകളും ഒക്കെ വരാം, പോരായ്മകളുണ്ടാകാം. പക്ഷേ കർത്താവിനെ നോക്കുന്ന ആരാന്നറിയോ? സ്വർഗീയ ദൂതന്മാരാണ്. കർത്താവിൻ്റെ ഓരോ ചലനങ്ങളെയും നോക്കിക്കൊണ്ട്. യെരുശലേം മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്. പത്രോസേ, നീ എന്തൊരബദ്ധം, നീ ഈ മുറിഞ്ഞ വാളൊക്കെ എന്തിനെടുക്കുന്നേ? എൻ്റെ ചേവകന്മാർ ഇവിടെ ഉണ്ട്. 12 ലഹിയോണിലധികം ഗതസമനെ തന്നെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. നീ വാളുറയിലിടുക. അപ്പം അതിൽ 2 ദൂതന്മാരാണ്. ആ 2 ദൂതന്മാരാണ് ഇപ്പോൾ ശിഷ്യന്മാരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. എന്നിട്ട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്? ഈ 2 ദൂതന്മാർ, ഒരുത്തൻ കാൽക്കലും ഒരുത്തൻ തലക്കലുമാണ്. ഈ കാഴ്ച നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലെ ഈ സമാഗമന കൂടാരത്തിൽ ഇതുണ്ട്, എന്നതാ, മേഴ്സി സീറ്റ്. മേഴ്സി സീറ്റിന്റെ കൃപാസനത്തിന്റെ ഓരോ തലക്കലും 2 അറ്റത്തുമായിട്ട് 2 കെരൂബുകളുണ്ട്. അപ്പൊ ആ കൃപാസനം തുറക്കപ്പെട്ടിരിക്കുകയാണ് അവിടെ. യഥാർത്ഥ കൃപാസനം മനസ്സിലായോ? സ്വപ്ന, അവിടെ പിള്ളേരുണ്ടോ? സ്വപ്ന, ഹലോ ഹലോ, അവിടെ ആരുമില്ല. ഓക്കെ, അപ്പൊ ആ കൃപാസനം തുറക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആക്ച്വൽ കൃപാസനമാണ് നമ്മളിവിടെ കാണുന്നത്, യഥാർത്ഥ കൃപാസനം. അപ്പം നിഴലായിട്ട്, പഴയ നിയമത്തില് നിഴലായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ കൃപാസനമുണ്ട്. പഴയ നിയമത്തിൽ നിഴലായിട്ട് ഒരുക്കിയിരിക്കുന്ന കൃപാസനം, പഴയ നിയമത്തിൽ നിഴലായിട്ട് ഒരുക്കിയിരിക്കുന്ന കൃപാസനം ഇപ്പൊ ഇത് പൊരുളായിട്ട് വരികയാണ്. കൃപാസനത്തിൽ ഒരറ്റത്ത് ഒരു ദൂതൻ, മറ്റേ അറ്റത്ത് മറ്റൊരു ദൂതൻ. ഇപ്പൊ ആ കല്ലറയ്ക്കകത്ത് ഈ മേരി ചെന്ന് കഴിഞ്ഞപ്പം ആക്ച്വൽ കൃപാസനം തുറന്നിരിക്കുന്ന കാണുകയാണ്. അപ്പൊ ആദ്യമായിട്ട് കൃപാസനത എന്ന് പറഞ്ഞാൽ അതുവരെ ഇസ്രായേലർ പോലും കണ്ടിട്ടില്ലാത്ത കാഴ്ചയാണ്. കാരണം ഇത് അതിപരിശുദ്ധ സ്ഥലത്തിനകത്താണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ വലിയ കേമം പോലും ചെന്നാൽ കാണത്തില്ല. കാരണം മഹാപുരോഹിതന് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ, ആണ്ടിലൊരിക്കലേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം കയറുന്ന അതിപരിശുദ്ധ സ്ഥലത്തിന്റെ വിശ്രാന്തിയിൽ, ആ വിശുദ്ധിയിൽ, ആ നിശബ്ദതയിൽ, ആ ഹോളിനെസിന്റെ അറ്റ്മോസ്ഫിയർ, ആ ഒരു വലിയ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്ന സാധനമാണ് കൃപാസനം. അത് വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതന് കാണാം, അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്ക് പോലും കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഇസ്രായേലിയര് പോലും കാണാത്ത ആ അത്യപൂർവമായ കാഴ്ച, അതും അതിന്റെ നിഴലായിട്ടുള്ളതാണ് പുരോഹിതൻ കണ്ടിട്ടുള്ളത്. അതിന്റെ പൊരുളായിട്ടുള്ളത് ഈ മറിയം കാണുക. മറിയം കല്ലറയ്ക്കകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആക്ച്വൽ കൃപാസനം തുറന്നിരിക്കുന്നത് 2 ദൂതന്മാർ തലക്കലും കാൽക്കലുമായിട്ട്. മേരി, ഇതാണ് ഇസ്രായേലിന് 1500 വർഷമായി ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ നിഴലായിട്ട് കണ്ട കൃപാസനമാണ് ദാ ഈ കല്ലറയ്ക്കകത്ത് തുറന്നിരിക്കുകയാണ്. അപ്പൊ ആ കൃപാസനത്തിന്റെ കാൽക്കലും തലക്കലും ഇരുന്ന 2 ദൂതന്മാരാണ് ഇപ്പം വന്നിട്ട് ഈ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ നിന്നിട്ട് അപ്പോസ്തലന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് മുകളിലേക്ക് നോക്കി നിൽക്കുന്നത്? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അവൻ
അവൻ സ്വർഗാരോഹണം ചെയ്ത് ആകാശത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ സ്വർഗാരോഹണം ചെയ്ത് ആകാശത്തിലേക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ സ്വർഗാരോഹണം ചെയ്ത് ആകാശത്തിലേക്ക് പോയപ്പോൾ ആ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് വന്ന് അവന്റെ കാലിനെ മറച്ച് അവരൊരുമിച്ച് മുകളിലേക്ക് പോയി. ഇപ്പം ഇതാ സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഈ ബൈബിളിൽ വായിക്കുമ്പോൾ ഓരോ ടേംസിന്റെ അർത്ഥം മനസ്സിലാണ്. മേഘം അവനെ മറച്ചു. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഏതോ ഒരു വെള്ളി മേഘം കുറെ ഫാക്ടറിയിൽ നിന്നെല്ലാം പൊങ്ങി പോകെ എല്ലാം കൂടെ ചെന്ന് കർത്താവിനെ മറച്ച് കർത്താവ് മറഞ്ഞുപോയി എന്നാണ് വിചാരിക്കുന്നത്. എന്നോ ഈ മേഘമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? മേഘാരൂഢനായിട്ട് 1000 വിശുദ്ധന്മാരുടെ കൂടെ അവൻ വരാൻ പോവാണ്. 1000 വിശുദ്ധന്മാരുടെ കൂടെ അവൻ വരാൻ പോവാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഈ കൃപാസനം. ഞാനിതൊന്ന് കാണിക്കാവുന്ന അർത്ഥം. ഇതുണ്ടോ? ഇതിങ്ങനെ കൃപാസനം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ഇതുണ്ട്, 2 കെരൂബുകൾ ഇരിക്കുന്നുണ്ടോ? ഇതാണ് പഴയ നിയമത്തിന്റെ കൃപാസനം. അപ്പൊ ഇതാണ് 2 സ്ഥലം. ഇവിടെ ഒരു കെരൂബ് ഇരിക്കുന്നു, ഇവിടെ ഒരു കെരൂബ് ഇരിക്കുന്നു. ഇതുപോലെ കല്ലറയ്ക്കൽ തലയ്ക്കലും ഒരു ദൂതൻ, കാൽക്കലും ഒരു ദൂതനായിട്ട് ഇങ്ങനെയാണ് കല്ലറയെ മറിയം കണ്ടത്. ഈ 2 ദൂതന്മാരാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ അതാണ് കൃപാസനം തുറക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് തത്സമയത്ത് കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അപ്പൊ അവന്റെ ആ മുറിവുകളിൽ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പരിശുദ്ധ സഭ എന്ന് പറഞ്ഞാൽ ആ സഭയിൽ ഇന്നും ആ മുറിവുകളിന്റെ സുഗന്ധം വീശുകയാണ്. കർത്താവിന്റെ മുറിവിലേക്ക് വെച്ച് കെട്ടിയ ആ സുഗന്ധ തൈലമുണ്ട്. 100 റാത്തൽ 100 അകിലും കൊണ്ടുള്ള ആ സുഗന്ധദ്രവ്യം നീക്കോദിമോസ് കൊണ്ടുവന്നു. യോസഫും നീക്കോദിമോസും അത് ചുറ്റിക്കെട്ടി. ഇപ്പൊ അവന്റെ ദേഹത്ത് വെച്ച് കെട്ടിയ ആ തുണി മുഴുവൻ ഈ കൃപാസനത്തിൽ ഇരിക്കുകയാണ്. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തോ ദൂതന്മാർ നിന്ന് പത്രോസ് അപ്പോസ്തലൻ വന്നിട്ട് ആ സുഗന്ധദ്രവ്യം മുഴുവൻ കളക്ട് ചെയ്തു. ആ സുഗന്ധദ്രവ്യം ഉപയോഗിച്ചാണ് ആദ്യമായി മൂറോൻ തൈലം ഉണ്ടാക്കിയത്. അതാണ് മാമോദീസയ്ക്ക് ഉപയോഗിക്കുന്നത്. അതിൽ യേശു കർത്താവിന്റെ രക്തത്തിന്റെ അംശമുണ്ട്. ഇന്നും സഭ പാരമ്പര്യമായിട്ട് സുറിയാനി സഭ ഉപയോഗിക്കുന്ന മൂറോൻ തൈലം അത് ഒറിജിനലി കർത്താവിന്റെ ശരീരത്തിൽ നിന്നെടുത്ത സുഗന്ധ കൂട്ടിൽ നിന്നാണ് ആദ്യം അത് നിർമ്മിച്ചത്. ഇന്നും അതുകൊണ്ടാണ് പരിശുദ്ധ മൂറോന്റെ ഇമ്പോർട്ടൻസ്, യേശുവിന്റെ രക്തത്തിന്റെ സാന്നിധ്യമുള്ള മൂറോൻ തൈലം. ആ പരിശുദ്ധ മൂറോന്റെ റൂഷ്മായാൽ മുദ്ര കുത്തപ്പെട്ട ഓരോ സുറിയാനിക്കാരനും ആ സത്യ സുറിയാനി സഭയിലേക്ക് മടങ്ങണം. കാരണം ആ സഭയുടെ ആരാധനയിലും കൂദാശയിലും ഇന്നും ആ മൂറോന്റെ മണം നിൽക്കുകയാണ്. അവന്റെ മുറിവുകളിൽ നിന്നുള്ള ആ മൂറോന്റെ മണമാണ് നമുക്കുള്ളത്. അപ്പൊ ആ സഭയിലേക്ക് മടങ്ങേണ്ടതിന്റെ ആവശ്യകത അതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാടുന്നത്. പീഠം ഈടയർമേലും നരതി
കെന്തിയയുടെ സന്ധ്യാസ്കാരത്തിലൊരു പാട്ടാണ്. കെന്തിയ എന്ന് പറഞ്ഞാൽ ഉയർപ്പാണ്. ഉയർപ്പ് കഴിയുമ്പോൾ അവിടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. സ്വർഗത്തിലെ സ്വർഗം ആണിപ്പോൾ അവന്റെ സിംഹാസനം എന്നാണ് നമ്മളിപ്പോൾ ഒടുവിൽ കേട്ട വരിയുടെ അർത്ഥം. സ്വർഗത്തിലേക്ക് കയറി, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കാം. അപ്പൊ ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കർത്താവിന് അങ്ങനെ ശത്രുക്കളൊന്നുമില്ല കേട്ടോ. കർത്താവിന് ഉള്ള ശത്രുതയാണുള്ളത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിനോട് അനുരൂപപ്പെടാത്ത മനുഷ്യനിൽ വ്യാപരിക്കുന്ന സ്വഭാവങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് പരിശുദ്ധ റൂഹായുടെ ഫലങ്ങൾ 9 ഫലങ്ങൾ, സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം എന്നിങ്ങനെയുള്ള 9 ഫലങ്ങൾ ഈ ഭൂമിയിൽ നിറയുമ്പോൾ ആ 9 ഫലങ്ങളാൽ നിറയുന്ന ഒരേതനായി മനുഷ്യവർഗം മാറും. അതാണ് റിസ്റ്റോറേഷൻ. ഏതൻ എന്ന് പറഞ്ഞാൽ റിസ്റ്റോറിംഗ് ആണ്. ഏതനെയാണ് റിസ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഏതൻ റിസ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് മനുഷ്യവർഗം ഏതൻ തോട്ടമായി മാറുകയാണ്. അപ്പൊ അവിടെ ഈ ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മാത്രമേ കർത്താവ് വരികയുള്ളൂ. അവിടെയാണ് സ്വർഗവും ഭൂമിയും ഒന്നായിത്തീരുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകുവാൻ വേണ്ടി അവന്റെ ഹിതത്തിനായി നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് ഈ ദൂതന്മാര് പറഞ്ഞത്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതിന് ഒരുപാട് നേരം അങ്ങനെ നിന്നാൽ നിങ്ങളുടെ കഴുത്തുളുക്കി പോകും, അതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. എസ്കറ്റോളജിക്കൽ ഡിസ്കഷൻ, ഡിബേറ്റ്സ്, നോ യൂസ്. പ്രീ ട്രിബുലേഷൻ, നോ ഡ്രാഫ്റ്റ് ട്രിബുലേഷൻ, നോ ട്രിബുലേഷൻ, പ്രീ ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ, ആ ട്രിബുലേഷൻ, ഈ ട്രിബുലേഷൻസ്, നോ യൂസ്. അതെല്ലാം പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളും സമയങ്ങളുമാണ്. അതുകൊണ്ട് നാം അത്തരം വിഷയങ്ങളിൽ നമ്മൾ സമയം